ഇനി നമുക്ക് എന്താണ് റിമൈനിങ് ആയിട്ടുള്ളത്? ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ? എ ആൻ പറഞ്ഞു, ദ ആണ് അല്ലേ? എ ആൻ എന്താണ് ഞാൻ പറഞ്ഞത്? എ ആൻ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ പറഞ്ഞു അല്ലേ? എ ആൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ആലോചിക്കുക. നിങ്ങൾ തന്ന വേർഡ് നിങ്ങൾ ഉച്ചരിച്ച് നോക്കുക. മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ ആദ്യ ലെറ്റർ എന്താണോ വരുന്നത് ആ ലെറ്റർ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി യു സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ എന്ന് നോക്കുക. സ്വരാക്ഷരമാണെങ്കിൽ കണ്ണും പൂട്ടി ആൻ എഴുതാം, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ നിങ്ങൾക്ക് എ എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഷുഡ് ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് എ ഓർ ആൻ. ക്ലിയർ? സോ എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, വിളിക്കാം, ചോദിക്കാം, നോ പ്രോബ്ലം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, സോ നിങ്ങളത് 2-3 തവണ ആവർത്തി കണ്ടു നോക്കിയാൽ മതി. ക്ലിയർ? സോ ലെറ്റ്സ് കം ടു ദ റിമൈനിങ് പാർട്ട്. ഓക്കെ, സോ ആർട്ടിക്കിളിൻ്റെ ദയിലേക്ക് നമുക്ക് വരാം അല്ലേ? ദ ചില റൂൾസ് ഉണ്ട് ദയിൽ. നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദ എന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില റൂളുണ്ട്. ആ റൂള് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഒന്നാമത്തേത്, സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ ദ യൂസ് ചെയ്യുക അല്ലേ? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദ കാർ, ആ കാർ അല്ലേ? ദ മാൻ, ആ മനുഷ്യൻ. ദ പെൻ, ഈ പെൻ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് യൂസ് ചെയ്യുക. അതിന് ചില റൂൾസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ റൂൾസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ചെയ്ത് പരിശീലിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസ് മനസ്സിലാക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ? സോ ക്വസ്റ്റ്യൻസ് നോക്കാം, ആ റൂള് നോക്കാം. ഒന്നാമത്തെ കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, അതായത് ഐ ക്ലീൻ ദ ഫ്ലോർ ദിസ് ഈവനിങ്. ആ ഫ്ലോർ ഞാൻ വൈകുന്നേരം തുടച്ചു, വൈകുന്നേരം വൃത്തിയാക്കി. ആ ഫ്ലോർ അല്ല, അത് കൃത്യമായിട്ട് പറയാം. ക്ലിയർ? അങ്ങനെ കൃത്യമായിട്ടൊരു സാധനം പറയണമെങ്കിൽ അതിന് ആ ഒരു വേർഡിന് മുന്നിൽ എന്ത് വേണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. രണ്ടാമത്തത്, ടു റെഫർ ഓൾറെഡി മെൻഷൻ തിങ്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അത് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ, അതായത് ആ വ്യക്തിയെ പറ്റി വീണ്ടും അല്ലെങ്കിൽ ആ സാധനത്തെ പറ്റി വീണ്ടും പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഹി വാസ് ടോക്കിംഗ് ടു എ മാൻ. അയാൾ ഒരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു. ദ മാൻ വാസ് ലാഫിങ്. പിന്നെ എന്ത് ചെയ്യണ്ട? നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? ടോക്കിംഗ് ടു എ മാൻ, ഒരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു. ദ മാൻ, ആ മനുഷ്യൻ, വാസ് ലാഫിങ്, ചിരിക്കുകയായിരുന്നു. ക്ലിയർ? ഹി വാസ് ടോക്കിംഗ് ടു എ മാൻ, ഒരു മനുഷ്യനോട് സംസാരിക്കുകയായിരുന്നു. ദ മാൻ, ആ മനുഷ്യൻ. ക്ലിയർ? അങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ദ ഇൻ സെൻറ്റൻസസ് ടു ഡിഫൈൻ എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ഒബ്ജെക്റ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി ഊന്നി പറയുമ്പോഴും യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദ മാൻ ഹൂ റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. ആ പുസ്തകം എഴുതിയ ആ മനുഷ്യൻ വളരെ പ്രസിദ്ധനാണ്. ദ മാൻ ഹൂ റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. നിങ്ങൾ ഈ റൂളൊന്നും കണ്ടിട്ട് കൺഫ്യൂസിങ് ആവണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഈ റൂൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, റൂൾ എന്ന ലെവലിൽ നമ്മളിങ്ങനെ പറയുകയാണ്. ക്ലിയർ? പിന്നെ ടു റെഫർ യൂണിക് തിങ്സ്. ഇത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ടു റെഫർ യൂണിക് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വേറൊന്നും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ദ എർത്തിന് മുന്നിൽ എപ്പോഴും ദ വേണം. സണ്ണിന് മുമ്പിൽ എപ്പോഴും ദ വേണം. ഓക്കെ, അതുപോലെ യുണീക്കായിട്ടുള്ള ദ സ്കൈ, അതൊക്കെ ഒരൊറ്റേ ഉള്ളൂ. സൂര്യൻ ഒരൊറ്റെണ്ണമേ ഉള്ളൂ. ചന്ദ്രൻ ദ മൂൺ ഒരൊറ്റെണ്ണമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യുണീക്ക് തിങ്സിന് മുന്നിൽ നമ്മൾ ദ ചേർക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദ ഗോഡിന് മുന്നിൽ എന്ത് ചെയ്യില്ല? ദ ചേർക്കുന്നത് തെറ്റാണ്. അത് റൂളാണ്. ദ ഗോഡിന് മുന്നിൽ എന്ത് ചെയ്യണം? ദ ഗോഡിന് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ദ ചേർക്കാൻ പാടില്ല. ഗോഡ് ഈസ് ഗ്രേറ്റ്, ദൈവം വലിയവനാണ്. സോ ലൈക്ക് ദാറ്റ്. പിന്നെ യൂസ് ദ വിത്ത് അഡ്ജക്റ്റീവ്സ് ടു റെഫർ ടു എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഒരു മൊത്തമായിട്ടുള്ള ഒരു വിഭാഗത്തെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദ ഇന്ത്യൻ എൻജോയ് ക്രിക്കറ്റ്. ഇന്ത്യക്കാർ ഹോക്കി ആസ്വദിക്കുന്നു. ദ എൽഡർലി റിക്വയർ കെയർ. വയസ്സായ ആൾക്കാർ ഒരു ഗ്രൂപ്പാണ് അല്ലേ? ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന് മുന്നിലും നമ്മൾ എന്ത് ചെയ്യും? ദ ചേർക്കും അല്ലേ? ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് മുന്നിലും നമ്മൾ ദ ചേർക്കും.
യൂസ് വിത്ത് ഡേക്കേഡ്സ്. ഡേക്കേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ, 10 വർഷം എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ഡേക്കേഡ്സ് എന്ന് പറയാം. ഡേക്കേഡ്സിന് മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ചേർക്കും. ഹി വാസ് ബോൺ ഇൻ ദ 80s. അവൻ 80siലാണ്, 80കളിലാണ് ജനിച്ചത്. 80കൾക്ക് മുന്നിൽ ദ യൂസ് ചെയ്തു. 70s ആണെങ്കിൽ ദ യൂസ് ചെയ്യാം. 20th സെഞ്ച്വറിക്ക് മുമ്പും ദ യൂസ് ചെയ്യാം. ഷീ ലിവ്ഡ് ഇൻ ദ 20th സെഞ്ച്വറി. അവൾ 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചു. ക്ലിയർ? സോ പറഞ്ഞത് ഡേക്കേഡ്സിന് മുന്നിലും ദ ചേർക്കാം. യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്, റിവേഴ്സ്, മൗണ്ടെയിൻസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, കനാൽസ് ആൻഡ് ഓഷ്യൻസ്. അതായത് നമുക്കറിയാം പസഫിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, ഇതുപോലുള്ള ഐലൻഡുകളുണ്ട്. ഇതിന് മുന്നിലും നമുക്ക് എന്ത് ചെയ്യാം? ദ ചേർക്കാം. ദേ ആർ ട്രാവലിംഗ് ഇൻ ദ പസഫിക് ഓഷ്യൻ. അവർ പസഫിക് ഓഷ്യനിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ? സോ അവിടെയും ദ യൂസ് ചെയ്യാം. വിത്ത് കൺട്രീസ് ദാറ്റ് ഹാവ് പ്ലൂറൽ നെയിംസ്. പിന്നെ നമുക്കറിയാം ചില രാജ്യങ്ങൾക്ക്, ഫിലിപ്പീൻസ് അതൊരു പ്ലൂറൽ നെയിമാണല്ലേ. നെതർലാൻഡ്സ് അതൊരു പ്ലൂറലാണ്. ഓക്കെ, സോ ഇതുപോലെ പ്ലൂറൽ വരുന്ന രാജ്യങ്ങൾക്ക് മുന്നിലും നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് കൺട്രീസ് എന്ത് ചെയ്യാം? ദ ചേർക്കാം. ഇവിടെ ദ ഉണ്ട്. ഐ ഹാവ് നെവർ ബീൻ ടു ദ ഫിലിപ്പീൻസ് എന്നാണ്. ഓക്കെ, ടു ദ ഫിലിപ്പീൻസ് എന്നാണ്, മറക്കണ്ട. യൂസ് ദ വിത്ത് കൺട്രീസ്, റിപ്പബ്ലിക്, കിങ്ഡം, സ്റ്റേറ്റ്സ് ഇൻ ദ നെയിംസ്. അതായത് റിപ്പബ്ലിക് എന്നോ കിങ്ഡം എന്നോ സ്റ്റേറ്റ്സ് എന്നോ ഒക്കെ തങ്ങളുടെ ആ രാജ്യത്തിൻ്റെ പേരിലുണ്ടെങ്കിൽ അവർക്ക് മുന്നിലും എന്ത് ചെയ്യാം? അതുകൊണ്ടാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ യുണൈറ്റഡ് കിങ്ഡം, ദ UK എന്ന് നമ്മൾ പറയുന്നത്. ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നൊക്കെ നമ്മൾ ദ മുന്നിൽ ചേർക്കുന്നത് അതുകൊണ്ടാണ്. യൂസ് വിത്ത് ന്യൂസ് പേപ്പർ നെയിംസ്. നിങ്ങൾക്കറിയാം എല്ലാ പത്രങ്ങളും പറയുന്നത്, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഓക്കെ, ദ ഡെക്കാൻ ക്രോണിക്കൽ, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. സോ പത്രത്തിന് മുന്നിലും ന്യൂസ് പേപ്പർ ഡെയിലീസിനും ഈ പേരുകൾക്ക് മുന്നിലും ദ ചേർക്കും. യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ഫേമസ് ബിൽഡിങ്സ്, വർക്ക്സ് ഓഫ് ആർട്ട്, മ്യൂസിയം ഓർ മോണ്യുമെൻറ്റ്. അതായത് ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്മാരകങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിന് മുന്നിലും ദ ചേർക്കും. ഐ മെയ്ഡ് എ വിസിറ്റ് ടു ദ താജ്മഹൽ. ഞാൻ താജ്മഹൽ അവസാനം വിസിറ്റ് ചെയ്തു. ഹാവ് യു എവർ ബീൻ ടു ദ സഫ്താർജംഗ് മ്യൂസിയം. നിങ്ങൾ സഫ്താർജംഗ് മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ? ഓക്കെ, സോ അത് മറക്കണ്ട. അങ്ങനെയാണ്. വിത്ത് ദ നെയിംസ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, പേഴ്സൺ നെയിം. പിന്നെ എന്ത് ചെയ്യാം? ഹോട്ടലുകളുടെ പേരിന് മുന്നിലും ദ ചേർക്കും. പക്ഷേ ആ ഹോട്ടലുകളുടെ പേര് ഒരാളുടെ പേരാവരുത്. ഏതെങ്കിലും ഒരാളുടെ, ഇപ്പോൾ രാമു എന്ത് ചെയ്ത് രാമൂസ് ഹോട്ടൽ, അല്ലെങ്കിൽ ഐ വെൻറ്റ് ടു ദ രാമൂസ് ഹോട്ടൽ, അങ്ങനെ പറയാൻ കഴിയില്ല. ഓക്കെ, സോ ഇതെന്തായിരിക്കണം? അത് ഒരാളുടെ പേരാവരുത്. അല്ലെങ്കിൽ ആ ഹോട്ടലിന് മുന്നിലും നമുക്ക് എന്ത് ചെയ്യാം? പേരിന് മുന്നിലും ദ ചേർക്കാം. ക്ലിയർ? സോ ഇത്രയുമാണ്. ഇതൊന്നും നിങ്ങൾ 2-3 ആവർത്തി വായിച്ച് നോക്കുക, എക്സാമ്പിൾ നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, സോ പിന്നെ ഈ ദ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഡോണ്ട് യൂസ് വിത്ത് ദ നെയിംസ് ഓഫ് കൺട്രീസ്. രാജ്യങ്ങളുടെ മുന്നിൽ യൂസ് ചെയ്യരുത്. പക്ഷേ നമ്മൾ ചില എക്സെപ്ഷൻ പഠിച്ചു. എന്താണ് നമ്മൾ അവിടെ പഠിച്ചു? യുണൈറ്റഡ് അല്ലേ, സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ പ്ലൂറൽ, അതുപോലുള്ള എക്സെപ്ഷൻ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? രാജ്യത്തിന് മുന്നിൽ ഹി എന്ത് ചെയ്യാൻ കഴിയില്ല? ദ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹി വെന്റ് ടു ദ ഇന്ത്യ, ഹി വെന്റ് ടു ദ പാകിസ്ഥാൻ, ഇറ്റ്സ് നോട്ട് അലൗഡ്. ഓക്കെ, അതുപോലെ ഡോണ്ട് യൂസ് വിത്ത് ദ നെയിംസ് ഓഫ് ലാംഗ്വേജ്. അതുപോലെ ലാംഗ്വേജിന്റെ മുന്നിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ മലയാളം, ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ ഇംഗ്ലീഷ്, അങ്ങനെ പറയാനും പറ്റില്ല. ഡോണ്ട് യൂസ് വിത്ത് ദ നെയിംസ് ഓഫ് മീൽസ്. ഐ വാസ് ഈറ്റിംഗ് ദ ബിരിയാണി, ഐ വാസ് ഈറ്റിംഗ് ദ കുഴിമന്തി. It was not allowed. It's not allowed exactly. Okay, so don't use with people's names. Okay, the Bakir Sadar അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയില്ല. ദ രാഹുൽ പേരിൻ്റെ മുന്നിലും യൂസ് ചെയ്യാൻ കഴിയില്ല. ഡോണ്ട് യൂസ് വിത്ത് ടൈറ്റിൽസ് കമ്പൈൻ വിത്ത് നെയിംസ്. എന്തെങ്കിലും സർ ടൈറ്റിൽ കൂടെയുള്ള ആളുകളുടെ മുന്നിലും എന്ത് ചെയ്യാൻ കഴിയില്ല? യൂസ് ചെയ്യാൻ കഴിയില്ല. ഡോണ്ട് യൂസ് വിത്ത് ഇയേഴ്സ്. ഇയേഴ്സും നിങ്ങൾ എന്ത് ചെയ്യരുത്. ഹി വാസ് ലിവിങ് ഇൻ ദ, നമ്മൾ പറഞ്ഞു ഡേക്കേഡ്സിൻ്റെ പറഞ്ഞു, ഡേക്കേഡ്സിന് മാത്രമേ ദ മുമ്പിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 20th സെഞ്ച്വറി, ഓക്കെ. 80s, ദ 80s, ഓക്കെ. ദ 20th സെഞ്ച്വറി, ഓക്കെ. അല്ലാതെ ഹി വാസ് ലിവിങ് ഇൻ ദ 2000, ഇൻ ദ 2012 അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല.
ഓക്കെ. സോ അൺഅക്കൗണ്ടബിൾ നൗൺസിൻ്റെ അപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ. പിന്നെ വേറെ മെറ്റീരിയൽ നൗൺസും അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സ്മെൽ, ഓക്കെ, അബ്സ്ട്രാക്ട് നൗൺ. ബ്രേവറി, കറേജ്, ഓക്കെ. സോ ഇങ്ങനെയുള്ള അതിൻ്റെ മുന്നിലും എന്ത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ ഗോൾഡ്, അലുമിനിയം, മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത് ഗോൾഡ് അതുപോലുള്ള ഇതാണ് മെറ്റീരിയൽ നൗൺ എന്ന് പറയാം. ഈ മെറ്റീരിയൽ നൗണിൻ്റെ മുന്നിലും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നൗണിൻ്റെ മുന്നിലും എന്ത് ചെയ്യാൻ പാടില്ല, ദ ചേർക്കാൻ പാടില്ല. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ. അതായത് ഒരു പ്രോപ്പർ നൗണിൻ്റെ മുന്നിലും എന്ത് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരാളെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് ബാക്കിർ സദർ, അപ്പോൾ എൻ്റെ പേരാണ് ബാക്കിർ സദർ, അതൊരു പ്രോപ്പർ നൗൺ ആണ്. ഞാൻ എവിടെ താമസിക്കുന്നു? ഐ എം ഫ്രം കൊച്ചി, ഓക്കെ. കൊച്ചി എന്ന് പറഞ്ഞ പ്രോപ്പർ നൗൺ ആണ്, ഓക്കെ. സോ അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. അല്ലെങ്കിൽ പറയുന്ന പോലെ എടവനക്കാട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. മലപ്പുറം, വണ്ടൂർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗൺ ആണ്. സോ അതിന് മുന്നിലും എന്ത് ചെയ്യാൻ പാടില്ല, ദ ചേർക്കാൻ പാടില്ല. ക്ലിയർ. അതോടൊപ്പം തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെഗുലറായിട്ട് ഒരു പേർപ്പസിന് പോകുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നു, ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്കൂൾ, നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകും, സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ പോകും, ചേർച്ചിൽ അമ്പലത്തിലോ ദിവസേന ആരാധിക്കാൻ പോകും. ഇങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ദിനചര്യ എന്ന നിലയിൽ പോകുന്ന സ്ഥലങ്ങൾക്ക് മുന്നിൽ സ്കൂള്, ഹോസ്പിറ്റൽ എന്ന നിലയിൽ ദ ചേർക്കാൻ പാടില്ല. നേരെ മറിച്ച് ആ സ്ഥലങ്ങളിൽ വേറൊരു പേർപ്പസിന് വേണ്ടി പോകുന്നു, സ്കൂളിലെ കുട്ടികളല്ലാതെ പാരൻസ് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോകുമെങ്കിൽ ദ ചേർക്കാം. ഹോസ്പിറ്റലിൽ അങ്കിളിനെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. സോ കേട്ടോ, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, ഇവിടത്തെ പോലെയല്ല, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. നേരെ മറിച്ച് ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ഡോക്ടർ, അവിടെ ദ വേണ്ട. കാരണം സാധാരണയായ ആളുകൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ദ യൂസ് ചെയ്യണ്ട. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻസിൽ ദ യൂസ് ചെയ്യണം. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. നേരെ മറിച്ച് ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ഡോക്ടർ, അവിടെ ദ വേണ്ട. ക്ലിയർ. സോ പിന്നെ അതുപോലെ തന്നെ മദർ, ദ ഫാദർ, ദ മദർ. എന്തായാലും നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഓരോറ്റ ഇതെല്ലാം, ദ ഫാദർ, ആ അച്ഛൻ, ആ അമ്മ എന്ന് പറയില്ലല്ലോ. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ അതോടൊപ്പം ലാസ്റ്റ് 2 റൂൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ ചില ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. യുനെസ്കോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമാണ്, യുനിസെഫ് എന്നൊരു ഷോർട്ട് ഫോമാണ്. ഇത് ഒരു വേർഡ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ മുന്നിൽ ദ ചേർക്കാൻ പാടില്ല. നേരെ മറിച്ച് അതൊരു വേർഡല്ല, ലെറ്റേഴ്സ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ദ ചേർക്കാം. ഫോർ എക്സാമ്പിൾ യുനെസ്കോ അല്ല, ഒരു വേർഡ്, ഒരുപാട് ലെറ്റേഴ്സ് വന്നൊരു വേർഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. യുനിസെഫ്, സോ ഇതിന് മുന്നിലും ദ യുനെസ്കോ, ദ യുനിസെഫ്, ദ സാർക്ക്, ദ FACT യൂസ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് UN 2 ലെറ്ററേ ഉള്ളൂ, യുഎന്നിന് മുന്നിൽ എന്ത് ചെയ്യാം, ദ ചേർക്കാം, ദ US. ക്ലിയർ. സോ ഇതാണ് നമ്മുടെ ഇത്രയും റൂള് ദവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത് നിങ്ങൾ വലിയ കോംപ്ലിക്കേഷൻസ് ആണെന്ന് വിചാരിക്കേണ്ട. 2-3 തവണ നിങ്ങൾ കാണുക. കാരണം എല്ലാവരും ആ ഒരു ലെവലിലേക്ക് വരണം. 2-3 തവണ കാണുക, എന്നിട്ട് റൂൾസ് ജസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലിയർ ആവും.